വൈസ് ചാൻസലർമാരുടെ യോഗം ഈ ചാൻസലർ എന്ന അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം വിളിക്കുന്നത്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരമാണ്. ആ അധികാരം വിനിയോഗിക്കേണ്ടത് കേരള ജനതയുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ അദ്ദേഹം എങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്നത്? RSSന്റെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഗവർണർ ഓഫീസിലിരിക്കുന്ന RSSകാർക്ക് അയക്കുന്ന ഇമെയിലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണർ ഒരു പപ്പറ്റാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഗവർണർ ഒരു പപ്പറ്റാണ്. RSSന്റെ കാര്യാലയത്തിൽ നിന്ന് തീരുമാനിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ RSSന്റെ സെക്രട്ടറിമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടി ഒപ്പിടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന പപ്പറ്റാണ്. ആ നയം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ മുഴുവൻ സർവകലാശാലയെ നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ RSSന്റെ നയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ ഇടപെടലാണല്ലോ രാജ്യത്തെമ്പാടും നടത്തുന്നത്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നതാണ് കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രം. ആ ചരിത്രത്തോട് ചേർത്ത് വെച്ചാണ് SFI സമരം നടത്തിയിട്ടുള്ളത്. അതേ സമരം കേരളത്തിനകത്തെ വർഗീയതക്കെതിരായി ഈ സമരം ഞങ്ങൾ തുടരും. ഒരക്ഷരം മിണ്ടാനല്ലോ കേരളത്തിലെ കോൺഗ്രസിൽ. ഇത്രയേറെ ബീവത്സമായ നിലയിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS സംഘപരിവാരവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരക്ഷരം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു മൂളൽ കൊണ്ട് ഈ ഗവർണർക്കെതിരായി, ഗവർണർ നടത്തുന്ന സംഘപരിവാരവൽക്കരണത്തിനായി ഒരക്ഷരം നിങ്ങൾ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാവിൽ നിന്ന് കേട്ടോ? SFIക്കെതിരായി നിരന്തരം പത്രസമ്മേളനം നടത്തുന്ന ആളല്ലേ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ നിലമ്പൂരാണല്ലോ. നിലമ്പൂർ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഉണ്ടല്ലോ. എന്താ നിലപാടെന്നൊന്നും ചോദിക്കണം. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന നിലമ്പൂരുണ്ട്. ആ നിലമ്പൂരിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാൻ വേണ്ടി അവിടെ കറങ്ങി നടക്കുമ്പോൾ ഇത്തരം സംഘപരിവാരവൽക്കരണത്തിനെതിരായ അജണ്ട എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കണം. എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങളോട് വർഗീയതക്കെതിരെ അവർ പറയുന്നതെന്ന് ചോദിക്കണം. വർഗീയതക്കെതിരെ പറയുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് എന്നാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങൾക്കത് ഇക്കിളിപ്പെടുന്ന രാഷ്ട്രീയമല്ല, അത് ഞങ്ങളുടെ ജീവവായുവാണ്. വർഗീയതക്കെതിരായ പോരാട്ടം SFIയുടെ ജീവവായുവാണ്. ആ പോരാട്ടം ഞങ്ങൾ നടത്തുന്നു. ആ പോരാട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല പൊതുരംഗത്താകെ വർഗീയതക്കെതിരെ ഞങ്ങൾ നടത്തും. അത് തുടർച്ചയോടെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ക്യാമ്പസ് ആകെ ഗാന്ധിയുടെ ചിത്രങ്ങൾ ഒട്ടിക്കും. ഈ പറഞ്ഞ പോലെ രാജ്ഭവനിൽ RSSന്റെ നേതാക്കളുടെ ഫോട്ടോ മാത്രം വച്ച് പൂജ ചെയ്യുന്ന ഗവർണർ മഹാത്മാഗാന്ധിയെയും അംബേദ്കറിനെയും കണ്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ പ്രതിഷേധം SFI ഉയർത്തിയിരുന്നു. അന്നും ആരോപിച്ചിരുന്നത് ഗവർണറുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാണ്. അതേ ആരോപണം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ സർവകലാശാലകളെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കേന്ദ്രമാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയെ ഈ കാലയളവിലെന്നല്ല ഒരു കാലയളവിലും RSSന്റെ കേന്ദ്രമാക്കാനും കായ്വൽക്കരിക്കാനും SFI, അതിന് ആര് തന്നെ ഗവർണറായി വന്നാലും ഒരു തരത്തിലും SFI അത് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ എല്ലാ കാലഘട്ടത്തിനകത്തും നിലപാട്. ആ നിലപാടുമായി തന്നെ SFI മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് VCയുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അധ്യാപക നിയമനം അടക്കമുള്ള വിഷയങ്ങൾ ഗവർണർ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആ ഇടപെടലിനെ SFI എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഇടപെടലിനകത്ത് നിലവിൽ അധ്യാപക നിയമനം അത് മെറിറ്റോടു കൂടിയാണ് എങ്കിൽ കൃത്യമായി സ്വാഗതം ചെയ്യും. അല്ലാത്ത പക്ഷമാണെങ്കിൽ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തയ്യാറാവും എന്നുള്ളതാണ്. പങ്കെടുക്കട്ടെ, ഗവർണർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കട്ടെ. അതിൽ സ്വാഭാവികമായും ചാൻസലറിന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ടല്ലോ, പങ്കെടുക്കട്ടെ. അതിലൊന്നും നമുക്ക് വേറെ പ്രശ്നം അല്ല. നമ്മൾ ഈ തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RSSന്റെ നേതാക്കളുടെ ചിത്രം മാത്രം കണ്ടുണരുന്ന ഗവർണർ ഈ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ അംബേദ്കറുടെ ചിത്രം കണ്ട് വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറണം എന്നുള്ളതാണ് SFI ആലോചിച്ചിട്ടുള്ളത്. ആ രൂപത്തിലേക്ക് തന്നെയാണ് നമ്മൾ പ്രതിഷേധം ഉയർത്താൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്, SFIക്കാരും രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ഒരു തരത്തിലുള്ള സംഘർഷാവസ്ഥയും സൃഷ്ടിക്കാനല്ല രാവിലെ മുതൽ SFIക്കാർ ഇവിടെ നിൽക്കുന്നത്. അവർ വളരെ സമാധാനപരമായി എത്തി. ഇവിടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. സെനറ്റ് മെമ്പർമാർ വോട്ട് ചെയ്യാൻ കയറി. SFI പ്രവർത്തകർ പുറത്തു നിന്നു. രാവിലെ അവർ വന്നപ്പോൾ 2-3 ചിത്രങ്ങളും കൂടിയാണ് കൊണ്ടുവന്നത്. അതിലൊന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ്, മറ്റൊന്ന് അംബേദ്കറിൻ്റെ ചിത്രമാണ്, മറ്റൊന്ന് EMSൻ്റെ ചിത്രമാണ്. ഈ ചിത്രങ്ങളുമായിട്ടാണ് SFI പ്രവർത്തകർ ഇവിടേക്ക് വന്നത്. അതിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൻ്റെ മുന്നിലാണ് കെട്ടിയിരുന്നത്. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ച് പറയുകയാണ്, ഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്നിടത്തേക്ക് ഗവർണർക്ക് കയറാൻ പറ്റില്ല. ഗോഡ്സെയെ കൊണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ടും RSSന്റെ വൈരാഗ്യം തീരുന്നില്ല എന്ന് 2025 രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറുടെ സ്ഥാനത്തിരുന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്തിനാണ് ഗവർണർക്ക് ഗാന്ധിയോട് ഇത്ര അസഹിഷ്ണുത? ഗോൾവാർക്കറിൻ്റെയും ഹെഡ്ഗേവാറിൻ്റെയും എല്ലാം ചിത്രങ്ങൾ, സവർക്കറിൻ്റെയും ചിത്രം മനസ്സിലും രാജ്ഭവനിലും സൂക്ഷിക്കുന്ന രാജേന്ദ്ര അർലേക്കർക്ക് ഗാന്ധിയുടെ ചിത്രത്തോട് തീരാത്ത കലി ഉണ്ടാവുകയാണ്. ഇത് RSSൻ്റെ ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി RSS അയച്ച ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളിതിനെ ആശയപരമായിട്ടാണ് നേരിടുന്നത്. ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേക്കറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചത്. ഗാന്ധിയുടെ ചിത്രം ആർലേക്കർ ഇനി എത്ര മതിലുകളിൽ നിന്നും പോസ്റ്ററിൽ നിന്നും അഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ പറഞ്ഞ ചിത്രമാണ്. അത് SFIക്കാർ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് SFIക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. അങ്ങനെ ആർലേക്കർ പറഞ്ഞാൽ താഴ്ത്തി വെക്കുന്നതല്ല ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത. RSSൻ്റെ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുക എന്നതാണ് RSSൻ്റെയും അർലേക്കറിൻ്റെയും അജണ്ട. കഴിഞ്ഞ ദിവസമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഇതേ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ജന്മഭൂമിയുടെ എഡിറ്ററെ അയാൾ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. എന്താ അയാളുടെ സെനറ്റിലേക്ക് വരാനുള്ള യോഗ്യത? SFIക്ക് 6 സെനറ്റ് മെമ്പർമാർ ഇവിടെയുണ്ട്. അവരാരും ഇങ്ങനെ ഗവർണർ സഹായിച്ച് ഓടി പൊളിച്ച് യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറിയതുപോലെ കയറിയിരിക്കുന്നവരല്ല. അവർ അന്തസ്സായി വോട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട്. അവരെങ്ങനെയാണെന്ന് അറിയോ? വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചിട്ടാണ്. കേരളത്തിലെ ജനത പൂർണ്ണമായി തമസ്കരിച്ച ഒരു രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക്, കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ സെനറ്റിലേക്ക് കുത്തിക്കയറ്റാൻ RSSൻ്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് RSS ഗവർണറുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണ്. അതിൻ്റെ പരിണിതഫലമായി കേരളത്തിലെ പല സർവകലാശാലകളിലും RSSകാർ സെനറ്റ് അംഗങ്ങളായി വരികയാണ്. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടാവുകയാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒത്താശയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണോ RSSൻ്റെ വക്താവായ ആർലേക്കർ ഗവർണറുടെ പദവിയിലിരുന്ന് ചാൻസലറായിരിക്കുന്നത്? ഒരു കാര്യം ഞങ്ങൾ ആ ചാൻസലറെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. RSSകാരനായ അർലേക്കർ ഗവർണർ ആയതുകൊണ്ടല്ല കേരളത്തിൻ്റെ സർവകലാശാല ചാൻസലറായി RSSകാരനായ അർലേക്കർ ഇരിക്കുന്നത്. നല്ല ബോധ്യം ഗവർണർക്കും ചാൻസലറായിരിക്കുന്ന ഗവർണർക്കും ഉണ്ടാവണം. കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയ നിയമത്തെ തുടർന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ചാൻസലർ എന്ന പദവി കിട്ടിയിരിക്കുന്നത്. ആ കേരളത്തിൻ്റെ നിയമസഭയോട് ഒരു മര്യാദ എന്ന തിരിച്ചുള്ള പ്രതികരണം കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവർണർക്കുണ്ട്. കാരണം കേന്ദ്രമല്ല അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരം കൊടുത്തിരിക്കുന്നത്, കേരളത്തിലെ നിയമസഭയാണ്. ആ കേരളത്തിലെ നിയമസഭ കൊടുത്ത അധികാരത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ചാൻസലർ പദവി ഒഴിഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കേരളത്തിലെ ജനങ്ങളോടോ കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമത്തോടോ എന്തെങ്കിലും പ്രതിബദ്ധത, കേരളത്തിലെയും രാജ്യത്തെയും നിയമ സംവിധാനത്തോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സർവകലാശാല, കേരള നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരം കേരള നിയമസഭയ്ക്ക് വൈസ് ചാൻസലർമാരുടെ യോഗം ഈ ചാൻസലർ എന്ന അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം വിളിക്കുന്നത്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരമാണ്. ആ അധികാരം വിനിയോഗിക്കേണ്ടത് കേരള ജനതയുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ അദ്ദേഹം എങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്നത്? RSSൻ്റെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. RSSൻ്റെ കാര്യാലയത്തിൽ നിന്ന് ഗവർണർ ഓഫീസിലിരിക്കുന്ന RSSകാർക്ക് അയക്കുന്ന ഇമെയിലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണർ ഒരു പപ്പറ്റാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഗവർണർ ഒരു പപ്പറ്റാണ്. RSSൻ്റെ കാര്യാലയത്തിൽ നിന്ന് തീരുമാനിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ RSSൻ്റെ സെക്രട്ടറിമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടി, ഒപ്പിടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന പപ്പറ്റാണ്. ആ നയം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ മുഴുവൻ സർവകലാശാലയും നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ RSSൻ്റെ നയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ ഇടപെടലാണല്ലോ രാജ്യത്തെമ്പാടും നടത്തുന്നത്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നതാണ് കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രം. ആ ചരിത്രത്തോട് ചേർത്ത് വെച്ചാണ് SFI സമരം നടത്തിയിട്ടുള്ളത്. അതേ സമരം കേരളത്തിനകത്തെ വർഗീയതക്കെതിരായി ഈ സമരം ഞങ്ങൾ തുടരും. ഒരക്ഷരം മിണ്ടാനല്ലോ കേരളത്തിലെ കോൺഗ്രസിൽ. ഇത്രയേറെ ബീവത്സമായ നിലയിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS സംഘപരിവാരവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരക്ഷരം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു മൂളൽ കൊണ്ട് ഈ ഗവർണർക്കെതിരായി, ഗവർണർ നടത്തുന്ന സംഘപരിവാരവൽക്കരണത്തിനായി ഒരക്ഷരം നിങ്ങൾ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാവിൽ നിന്ന് കേട്ടോ? SFIക്കെതിരായി നിരന്തരം പത്രസമ്മേളനം നടത്തുന്ന ആളല്ലേ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ നിലമ്പൂരാണല്ലോ. നിലമ്പൂർ മുഴുവൻ മാധ്യമപ്രവർത്തകരും ഉണ്ടല്ലോ. എന്താ നിലപാടെന്നൊന്നും ചോദിക്കണം. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന നിലമ്പൂരുണ്ട്. ആ നിലമ്പൂരിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാൻ വേണ്ടി അവിടെ കറങ്ങി നടക്കുമ്പോൾ ഇത്തരം സംഘപരിവാരവൽക്കരണത്തിനെതിരായ അജണ്ട എന്താണ് അവരുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കണം. എന്ത് രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങളോട് വർഗീയതക്കെതിരെ അവർ പറയുന്നതെന്ന് ചോദിക്കണം. വർഗീയതക്കെതിരെ പറയുന്നത് ഇക്കിളിപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് എന്നാണ് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങൾക്ക് അത് ഇക്കിളിപ്പെടുന്ന രാഷ്ട്രീയമല്ല, അത് ഞങ്ങളുടെ ജീവവായുവാണ്.
വർഗീയതയ്ക്കെതിരായ പോരാട്ടം SFIയുടെ ജീവവായുവാണ്. ആ പോരാട്ടം ഞങ്ങൾ നടത്തുന്നു. ആ പോരാട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല പൊതുരംഗത്താകെ വർഗീയതയ്ക്കെതിരെ ഞങ്ങൾ നടത്തും. അത് തുടർച്ചയോടെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ക്യാമ്പസ് ആകെ ഗാന്ധിയുടെ ചിത്രങ്ങൾ ഒട്ടിക്കും. Subscribe to One India and never miss an update.